ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഭഗവാന്റെ മഹാകൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം ഗ്രന്ഥര ശ്രീമദ് ഭാഗവതം പഠിച്ചു വരുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചു ഒരു ശ്ലോകമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. കുറച്ച് സമയമെടുത്തിരുന്നു. കാര്യം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമായിരുന്നു. പ്രഥമസ്കന്ധം അധ്യായം 1 ശ്ലോകം 14 നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നലെ ചർച്ച ചെയ്ത ശ്ലോകത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിരുനാമത്തിന്റെ മഹാത്മ്യമാണ്. നാമമഹാത്മ്യം, ഹരിനാമ മഹാത്മ്യമാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ശ്ലോകങ്ങളും വേറെ റെഫറൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോവാം 15ാമത്തെ ശ്ലോകമായി. ശ്ലോകം 15. യത്പാദ സംശ്രയാ സൂത മുനയ പ്രശമായനാഃ സദ്യ പുനന്തി ഉപാസ്പൃഷ്ടാ സ്വർധൂനി ആപോനുസേവയാ യത്പാദ സംശ്രയാ സൂത മുനയ പ്രശമായനാഃ സദ്യഃ പുനന്തി ഉപസ്പൃഷ്ടാഃ സ്വർധൂനി ആപോ അനുസേവയാ. ശ്ലോകം വിജയകുമാരി മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, ഏതാ ശ്ലോകം എന്ന് പറഞ്ഞേ? ശ്ലോകം 15. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്പാദയാ സംശ്രയാ സൂതം മുനയാ പ്രശമായനാഃ സദ്യാഃ പുനന്ത്യ ഉപഭൃഷ്ടാ സ്വർധ്വദിനി അനുസേവയാ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. കലാമാതാജി ഉണ്ടോ? കലാമാതാജി. ഓക്കെ. ശ്രീദേവി ഹരിവന്ദന. ഓക്കെ. യമുന മാതാജി ഉണ്ട് പ്രഭു. ഓക്കെ. ഓ നമോ ഭഗവതേ വാസുദേവായ. യത്പാദ സംശ്രയാ സൂത മുനയ പ്രശമാനയാന സദ്യ പുനരുപസ്പൃഷ്ട സ്വർധൂന്യാപോ അനുസേവയാ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കൂ. അല്ലയോ സുധ, ഭഗവാന്റെ പാദാംബുജങ്ങളിൽ പൂർണ്ണമായി അഭയം പ്രാപിച്ച മുനിശ്രേഷ്ഠന്മാർക്ക് തങ്ങളുമായി ബന്ധപ്പെടുന്നവരെ ക്ഷണം നേരം കൊണ്ട് പവിത്രീകരിക്കാനാകുന്നു. എന്നാൽ ഗംഗാസ്നാനത്തിലൂടെ ഒരാൾ പവിത്രീകരിക്കപ്പെടാൻ ദീർഘകാലം വേണ്ടിവരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ 14ാമത്തെ ശ്ലോകത്തിൽ ഹരിനാമ മഹാത്മ്യമാണ് കണ്ടത്. ഇവിടെ പറയുന്നത് ഭക്തരുടെ ആ ഒരു സാന്നിധ്യവും അതേപോലെ ഗംഗാനദിയും രണ്ടും, ഗംഗയാണെങ്കിലും ഭക്തരാണെങ്കിലും. ഗംഗാനദി എന്താണ്? ഗംഗാനദി നമുക്കറിയാം, ഗംഗയാവട്ടെ യമുനയാവട്ടെ, കൂടുതലും ഗംഗാനദിയിലേക്ക് ആളുകൾ സ്നാനം ചെയ്യാൻ പോകുന്നു, അല്ലെ? ഒരുപാട് കർമ്മങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപചാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഗംഗാനദി നമ്മളെ ശുദ്ധീകരിക്കുന്നു, അല്ലെ? ഗംഗയാവട്ടെ ഏത് പുണ്യനദിയാണെങ്കിലും അങ്ങനെയാണ്. എന്നാൽ ഗംഗയേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് ആർക്ക്? ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഗംഗാനദി തീർച്ചയായിട്ടും ശുദ്ധീകരിക്കും, നമ്മളെ ശുദ്ധരാക്കുന്നു. പറയുന്നു ശാസ്ത്രങ്ങളിൽ, ഗംഗാനദിയിൽ പോയി സ്നാനം ചെയ്യുമ്പോൾ നമ്മുടെ പാപമെല്ലാം ഗംഗയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഗംഗാനദിക്ക് എങ്ങനെ ശുദ്ധമാവാൻ സാധിക്കും? ഗംഗ ശുദ്ധമാണ് ഓൾറെഡി. എന്നാൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ശാസ്ത്രങ്ങളിൽ പറയുന്നു, പരിശുദ്ധ ഭക്തര്
മഹാഭാഗവതര് അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തര് വന്ന് ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ അവര് ശുദ്ധമാവുന്നു. നമ്മളെ പോലുള്ള പാപികൾ, ഈ ഒരു ബദ്ധ ജീവാത്മാക്കൾ, ഒരുപാട് പാപങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലെ. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ജന്മജന്മാന്തരങ്ങളുടെ പാപവും കൊണ്ട് നടക്കുവാണ് നമ്മൾ. ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ പാപങ്ങളൊക്കെ കഴുകി കളയുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉണ്ട്. അതിങ്ങനെ കുറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭക്തിയുത സേവനങ്ങൾ അനുസരിച്ചും നാമജപം അനുസരിച്ചും കുറയുന്നുണ്ട്. എന്നാലും ഇനിയുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇതേപോലെ ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരായിട്ടില്ല അല്ലെ. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ സന്തോഷം, ദുഃഖം രണ്ടിനും ഒരേപോലെ കാണാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടില്ല അതുവരെ അല്ലെ. ചൂടും തണുപ്പും ഒരേപോലെ കാണാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പോഴും അനർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ നിത്യഹങ്കാരം പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ പോലുള്ളവരെ പോയി ഗംഗാ സ്നാനം ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? പാപങ്ങളൊക്കെ ഗംഗയിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ആണെന്ന് പറയുന്നു, ശുദ്ധമാവുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും പാപങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ ആ ഗംഗാനദിയെ ശുദ്ധീകരിക്കുന്നത്, ഗംഗാനദി കാത്തിരിക്കുകയാണ് പരിശുദ്ധ ഭക്തർ വന്ന് കുളിക്കാൻ വേണ്ടി. ഗംഗയാവട്ടെ യമുനയാവട്ടെ, അവരെല്ലാവരും അവർക്ക് ശക്തി കിട്ടുന്നത് അല്ലെങ്കിൽ അവർ ശുദ്ധമാവുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ ഭക്തരുടെ അവർ വന്ന് കുളിക്കുമ്പോൾ, സ്നാനം ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ അവരുടെ സമ്പർക്കത്തിലൂടെ, ആ ഒരു സംഘത്തിലൂടെയാണ് ഗംഗയും യമുനയും ഒക്കെ പരിശുദ്ധ നദികളാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ശുദ്ധീകരണം നടക്കുന്നതെന്നും നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. അതേപോലെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യത് പാദ സംശ്രയ സൂത മുനയ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരാണോ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുമായിട്ട് കൂടെ വരുന്നത്, അല്ലെങ്കിൽ ഭക്തരുമായിട്ട് സമ്പർക്കം വരുന്നത്, അല്ലെങ്കിൽ അവരുടെ സംഘം ലഭിക്കുന്നത്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നമ്മുടെ പരിശുദ്ധി നടക്കുന്നു എന്ന് പറയുന്നത്, നമ്മൾ ശുദ്ധമാവുന്നു എന്ന് പറയുന്നത്. അത്രമാത്രം ശക്തിയാണ്. ഗംഗാരെ പരസ്യ ഹൊയിലെ പാശ്ചാത്യ പാവൻ ദർശനെ പവിത്രകര ഹേ തൊമാര ഗുൺ. നരോത്തംദാസ് ഠാക്കൂർ പറയുന്നു, ഗംഗ തീർച്ചയായിട്ടും ശുദ്ധീകരിക്കും നമ്മളെ. എന്നാൽ പരിശുദ്ധ ഭക്തരുടെ ദർശനം മാത്രമേ നമ്മൾ ശുദ്ധരാവുന്നു. അത്രമാത്രം ശക്തിയാണ് പരിശുദ്ധ ഭക്തർക്ക്. ഈ ശുദ്ധ ഭക്തർ അവര് എപ്പോഴും, അതാണ് ഇവിടെ പറയുന്നത് ശുദ്ധ ഭക്തരുടെ ഒരു ഗുണം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് പറയുന്നത്? അവര് സദാസമയം ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു, പൂർണ്ണമായും ഭഗവാനെ. അതാണ് പറയുന്നത് യത് പാദ സംശ്രയാഹ. അവര് ഭഗവാന്റെ, പരമദിവ്യത്വ പുരുഷൻ ഭഗവാൻ. അതേപോലെ ഇവിടെ പറയുന്നു, അത് സൂത ഗോസ്വാമിയെ കുറിച്ച് പറയുന്നു, പ്രശമായനാഹ എന്ന് പറയുന്നുണ്ട് അല്ലെ അവിടെ. അതായത് ഈ പരിശുദ്ധ ഭക്തർ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവര് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭക്തരിൽ ഒരാളാണ് ആര്? സൂത ഗോസ്വാമി. അപ്പോൾ ഇവിടെ ശൗനകാദി ഋഷികൾ അദ്ദേഹത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് പരിശുദ്ധ ഭക്തനാണ്, അങ്ങ് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അങ്ങ് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തനാണ്. അതുകൊണ്ട് അങ്ങയുടെ സമ്പർക്കത്തിൽ ഞങ്ങളും ശുദ്ധരാവുന്നു. എന്നാൽ ഗംഗാ നദിയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം കുളിക്കേണ്ടി വരും ശുദ്ധമാവാൻ. എന്നാൽ അങ്ങയുടെ ഒരു പ്രാവശ്യത്തെ, അല്ലെങ്കിൽ സാധുസംഘ സർവശാസ്ത്രക്കോയെ ലവ മാത്ര സാധുസംഘ സർവസിദ്ധീഷോയെ. ലവ മാത്ര സാധുസംഘ, അതായത് കുറച്ച് സമയം പരിശുദ്ധ ഭക്തരുമായിട്ടുള്ള ആ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ സത്സംഗം നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരുപാട് നമ്മൾ തന്നെ അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാര്യം ഈ ഭക്തരെല്ലാവരും ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കും. എപ്പോഴും അവരുടെ ചിന്തയിൽ വേറെ ഒന്നുമില്ല, പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണാഗതി പ്രാപിച്ചിട്ടുള്ളവരാണ്. അവരുടെ ചിന്തയിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. വൃത്രാസുരന്റെ പ്രാർത്ഥനയിൽ പറയുന്നു, അഹം ഹരേ തവ പാദൈക മൂലം ദാസാനുദാസ ഭവിതാസ്മി ഭൂയഃ മനാസ്മരേ താസു പതേർ ഗുണാംസേ ഗൃണ്ണീത വാക്കർമ്മ കരോതുകായ. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. വൃത്രാസുരന്റെ 4 ശ്ലോകങ്ങൾ പ്രാർത്ഥനയുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ 6ാമത്തെ സ്കന്ധത്തിൽ വരുന്നതാണ്. 6ാമത്തെ സ്കന്ധത്തിലെ ചതുശ്ലോകി എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന അത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഈ 4 ശ്ലോകങ്ങൾ. ഈ 4 ശ്ലോകങ്ങളിൽ എല്ലാം ഉണ്ട്. ഒരു ഭക്തൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള എല്ലാം അതിനകത്ത് അടങ്ങുന്നു. മനോഹരമാണ് അത് തീർച്ചയായിട്ടും. അത്
ഒരുപാട് മനോഹരം. വീണ്ടും ഞാൻ ഈ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്രയും മനോഹരമാണ്. അവിടെ ഈ ആദ്യത്തെ ശ്ലോകമാണ്, 4 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ ചൊല്ലിയത്. അഹം ഹരേർ തവ പാതേക മൂലം ദാസാനുദാസോ ഭവിതാസ്മി ഭൂയം. ഇപ്പോൾ അവിടെ പറയുന്നു ഭഗവാന്റെ പരിശുദ്ധ ഭക്തര് അവരുടെ കായ മന വാക്ക് മനസ്സ വാച കർമ്മണ അവര് പൂർണ്ണമായിട്ടും എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെ. അങ്ങനെയുള്ള ഭക്തരുടെ ആശ്രിത അല്ലെങ്കിൽ ആശ്രയം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് വൃത്തരാഷ്ട്രം പറയുന്നത്. ആരെയാണോ ഏത് ഭക്തരാണോ അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തർ അവരുടെ മനസ്സാ വാച കർമ്മ അവര് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നു, ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളവരാണ്, അവരെപ്പോഴും ഭഗവത് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സും വാക്കും അതേപോലെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി, എല്ലാ ഇന്ദ്രിയങ്ങളും വന്നുമില്ല അല്ലെ, ഇന്ദ്രിയങ്ങളെല്ലാം വന്നു, അതുപോലെ മനസ്സും വരുന്നുണ്ട്, വാക്കും എല്ലാം കൂട്ടത്തിൽ വരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഭഗവാനെ സമർപ്പിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഭക്തരുടെ ദാസന്റെ ദാസനാവാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് വൃത്തരാഷ്ട്രൻ പ്രാർത്ഥിക്കുന്നത്. ഗോപി ഭർത്തു പദകമലയോർ ദാസാനുദാസ് അല്ലെ. അവിടെയും എന്താ പറയുന്നത്, ദാസന്റെ ദാസൻ, ഭക്തരുടെ ദാസരുടെ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസന്റെ ദാസൻ എന്നൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ നമ്മൾ പരിശുദ്ധ ഭക്തരുടെ ആശ്രയം എടുക്കുന്നു. ഭഗവാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാൻ എപ്പോഴും പറയും എന്നെ നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് പകരം എന്റെ ഭക്തരെ അപ്രോച്ച് ചെയ്യും. നമ്മൾ ഇതിനു മുമ്പും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. വൈഷ്ണവാനം യഥാ ശംഭു മഹാദേവന്റെ ആ ഒരു കാര്യം, ആ ശ്ലോകം നമ്മൾ പറഞ്ഞിരുന്നു. പാർവതി ദേവി ചോദിക്കുന്ന കാര്യം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധ ഭക്തരെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം, അതായത് എല്ലാ ശുദ്ധീകരണവും നടക്കുന്നു. വൃത്തരാഷ്ട്രം മാത്രമല്ല, ഒരുപാട് ഭക്തർ പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ ആശ്രയത്തിൽ അല്ലെങ്കിൽ അവരെ ശരണം പ്രാപിക്കണമെന്നാണ് കാര്യം. അതിലെല്ലാം ഉണ്ട്. പിന്നെ 5-ാമത്തെ സ്കന്ധത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ശ്ലോകമുണ്ട്. ജഡഭരതനും രഘുഗണ മഹാരാജുവും തമ്മിൽ ഉള്ള ഒരു കോൺവെർസേഷൻ. അതിമനോഹരമാണ് ആ ശ്ലോകം. രഘുഗണൈ തപസാനയാതി ന ചൈവ ന ഛന്ദസ ന ചേജ്യ ന ഛന്ദസ തെറ്റിപ്പോയി. രഘുഗണൈ തപസ ന യാതി ന ചേജയ നിർവപണാത് ഗൃഹാദ്വാ ന ഛന്ദസ നൈവ ജലാഗ്നി സൂര്യോ വിനാ മഹത്പാദ രജോഭിഷേകം. രഘുഗണൈത്ത തപസാനയാതി. രഘുഗണ മഹാരാജിനോട് പറയുവാണ് ജഡമഹാരാജ് പറയുന്നു ന ചേജ്യ, അതായത് ഇവിടെ പറയുന്നത് ഇജ്ജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാരാധന ചെയ്യുന്നതിനെ കുറിച്ച്. അതായത് വിഗ്രഹാരാധന കൊണ്ടോ പറയുവാണ് അദ്ദേഹത്തോട്, ജഡഭരതൻ പറയുവാണ് വിഗ്രഹാരാധന കൊണ്ടോ അതോ ഇനി നിർവപണാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളും നമ്മൾ ഉപേക്ഷിച്ച്, അതായത് വിരക്തി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലോ, ഗൃഹാദ് അല്ലെങ്കിൽ അതായത് നിർവപനാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിതത്തെ മാറ്റിവെച്ച സന്യാസിമാരെ പോലുള്ളവര്, അങ്ങനെയുള്ളവരെയാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച്, ഭൗതികമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് സന്യാസം എടുത്തത് കൊണ്ടോ അതോ ഇനി ഗൃഹാദ്, അതായത് നല്ലൊരു ഗൃഹസ്ഥനായിട്ട് ജീവിച്ചത് കൊണ്ടോ. പിന്നെ പറയുന്നു ഛന്ദസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് വേദങ്ങൾ മുഴുവനും പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലോ. ഇനി അതുമല്ല, ഇനിയും പറയുന്നു നൈവ ജലാഗ്നി സൂര്യോ, അതായത് ജല അഗ്നി സൂര്യ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീവ്രമായിട്ടുള്ള തപസ്യകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ കാര്യമില്ല, അവർക്കൊന്നും ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. ഇതൊന്നുമല്ല ക്വാളിഫിക്കേഷൻ എന്നാണ് പറയുന്നത് അദ്ദേഹം. അതായത് വിഗ്രഹാരാധന ചെയ്തുകൊണ്ടോ ആവുന്നില്ല, പൂർണ്ണമാവുന്നില്ല. അതേപോലെ എല്ലാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും മാറ്റിവെച്ച് സന്യാസം സ്വീകരിച്ചിട്ടും കാര്യമില്ല. അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു ഗൃഹസ്ഥനായിട്ട് ജീവിച്ചിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഇവിടെ പറയുന്നു കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്താന്നുള്ളത് അവസാനത്തെ വരിയിൽ പറയുന്നു. പിന്നെ പറയുന്നു സന്യാസം പറഞ്ഞു. പിന്നെ പറയുന്നു ഛന്ദസ, എല്ലാ ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ വേദങ്ങളെല്ലാം പഠിച്ചു.
ആവുന്നില്ല. ഘോരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള തപസ്സുകൾ എടുക്കുന്നു. അതായത് തപസ് നല്ല നല്ല സമ്മർ അല്ലെങ്കിൽ നല്ല വേനൽക്കാലത്ത് ചുറ്റും മുഴുവനും തീ കത്തിച്ചിട്ട് അതിനകത്തിരുന്ന് തപസ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴും പല തീർത്ഥാടനത്തിന് പോകുമ്പോഴും നമ്മൾ കാണാൻ സാധിക്കും. പല ധാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ചുറ്റും തീ കൂട്ടി വെച്ച് അവർ നടുക്കിരുന്നവര് തപസ് ചെയ്യുന്നത്. പക്ഷെ അത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നവരും ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു മോശമായിട്ടുള്ള ഒരു തപസ്യാണെന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ രഘുഗണ മഹാരാജനോട് ജഡഭരതൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് മാത്രം ആവുന്നില്ല. അതുകൊണ്ട് ഭഗവാന്റെ ആ ശരണാഗതി പ്രാപിക്കാൻ അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് ഭഗവാൻ ശരണം തരാൻ പോകുന്നില്ല. എന്നാൽ വേറൊരു കാര്യം പറയുന്നു, വിനാ മഹത്പാദ രജോഭിഷേകം. വിന എന്ന് പറഞ്ഞാൽ ഏതില്ലാതെ മഹത്പാദ രജോഭിഷേകം. മഹത്പാദ എന്ന് പറഞ്ഞാൽ മഹാഭക്തരുടെ പരിശുദ്ധ ഭക്തരുടെ തൃപ്പാദങ്ങളിലെ ആ ധൂലി, ചരൺ ധൂലി എടുത്ത് നമ്മുടെ ശരീരം മുഴുവനും അഭിഷേകം ചെയ്യാത്തോടത്തോളം കാലം ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. അതായത് അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ ഭക്തരുടെ ആശ്രയത്തിൽ നമ്മൾ വരണം എന്നുള്ളത്, പരിശുദ്ധ ഭക്തരെ നമ്മൾ ആശ്രയിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത് ഗുരു, പരിശുദ്ധ ഭക്തൻ, ഗുരു അവിടെ ഗുരുവിന്റെ പ്രസക്തി അവിടെ നമ്മുടെ മുമ്പിൽ വരുന്നു അല്ലെ. പരിശുദ്ധ ഭക്തനാണ് ശ്രീ ഗുരു. അങ്ങനെയുള്ള ഒരു ഗുരു, അങ്ങനെയുള്ള ഒരു പരിശുദ്ധ ഭക്തന്റെ ആവശ്യമുണ്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ. അല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും നമ്മളെ കൊണ്ട് ചെയ്തിട്ടും കാര്യമില്ല. എത്താം, സമയം എപ്പോൾ എന്നുള്ളത് അറിയില്ല. എത്തില്ല, ആ പ്രോസസ് ഒന്നും വർക്ക് ചെയ്യില്ല എന്നല്ല പറയുന്നത്. അത് നല്ലൊരു സദുദ്ദേശത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശക്തിയുണ്ട്. എന്നാൽ ആ ഒരു വഴി ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് പെർഫെക്ഷനിലേക്ക് എത്താൻ അവസാനം നമ്മളെ പരിശുദ്ധ ഭക്തനിലേക്ക് എത്തിക്കും. പല ആളുകളും ചിന്തിക്കുന്നു, ചില സമയങ്ങളിൽ പല ആളുകൾക്കും തോന്നുന്ന ഒരു ചോദ്യമാണ്, ഈവൻ പലവരും ദീക്ഷയൊക്കെ എടുക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നതിന് ശേഷവും കുറെ കഴിഞ്ഞ് കൂടുതൽ സേവനങ്ങളൊക്കെ ചെയ്ത്, ഭക്തി സേവനങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നാമം ജപിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് തോന്നുവാണ് ഇതിനൊന്നും ആവശ്യമില്ലല്ലോ, ഇപ്പോൾ ഓൾറെഡി ഞാൻ നാമം ജപിക്കുന്നുണ്ട്, ഓൾറെഡി ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഞാൻ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഗുരുവിനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാം തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് പല ചിന്തകൾ വരുവാണ്. ഇതാണ് ഈ ലോകം, ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാര്യം അങ്ങനെ പല മിസ് ഗൈഡ് ചെയ്യുന്ന പല സമ്പ്രദായങ്ങളും പല സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ അതുകൊണ്ട് പ്രായണ അല്പായുഷ സഭ അവിടെ പറഞ്ഞിട്ടുണ്ട്, സുമന്തമതയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വഴിതെറ്റിപ്പോവും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഗുരുവാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഭഗവാനെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു, ഇന്നും ഉള്ളതാണ്, സംഭവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുമൊക്കെ. നല്ലൊരു ഭക്തരായിട്ട് നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെയുള്ള ചിന്തകൾ വന്ന്, അത് പല റീസൺസ് ഉണ്ടാവും, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ എന്നാലും ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഞാൻ ഗുരുവാണെന്ന് വിചാരിക്കുന്നു, അതായത് ഞാൻ സന്യാസം എടുക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നിട്ട് സന്യാസം എടുക്കുന്നു എവിടെയെങ്കിലും പോയി, എന്നിട്ട് പിന്നെ നാളെ മുതൽ ദീക്ഷ കൊടുക്കുന്നു. തലേ ദിവസം വരെ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവിക്കുന്നു. അതൊരു കാറ്റഗറി. വേറെ കാറ്റഗറി എല്ലാം സാധാരണ നമ്മളെ പോലുള്ള ഭക്തര് ഭഗവാന്റെ ആശ്രയത്തിൽ വന്ന്, അതായത് ഗുരുവിന്റെ ആശ്രയം എടുത്ത്, ഇനി ഗുരുവാശ്രയം എടുത്തതിന് ശേഷം ഗുരുവാശ്രയം എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുവിനെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് ചിന്ത വരികയാണ്, ഗുരുവിന്റെ ആവശ്യമുണ്ടോ, ഗുരു ശരിക്കും വേണോ, തനിയെ പറ്റില്ലേ, ഞാൻ ഓൾറെഡി ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് ആരുടെ ആവശ്യമില്ല, സത്സംഗ ആവശ്യമില്ല. ഇതെല്ലാം ചീത്ത ബുദ്ധികളാണ്, നമുക്ക് ചീത്ത ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ശാസ്ത്രങ്ങളും അങ്ങനെ പറയുന്നില്ല. എല്ലാ ശാസ്ത്രങ്ങളും നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യം, ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം അവതാരം എടുത്തപ്പോഴും അദ്ദേഹം നമ്മൾക്ക് കാണിച്ചു തന്നതും അതാണ്. ഒരു ഗുരുവിനെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു ദീക്ഷ എടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഭക്തഭാവത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം കാണിച്ചു, ഈശ്വരപുരി മഹാരാജിൽ നിന്ന് ദീക്ഷ എടുക്കുന്നു, അതിനുശേഷം പിന്നീട് സന്യാസ ദീക്ഷയും എടുക്കുന്നുണ്ട്. ഗുരുവിൽ നിന്ന് ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നു അദ്ദേഹം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ വേണം എന്നുള്ളത്. കാര്യം ഒരു പരിശുദ്ധ ഭക്തനിലൂടെയാണ് നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്നത്.
ഇതാണ് വഴി. അപ്പൊ ഈ വിനാ മഹത് പാദ രജോഭിഷേകം. ജഡഭരതൻ ഇതെല്ലാം ദഹുഗണ മഹാരാജന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തെങ്കിലും ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമ്മൾ 5-ാമത്തെ സ്കന്ധം എത്തും. മനോഹരമായിട്ടുള്ള സെക്ഷൻ ആണത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു സെക്ഷൻ കൂടിയാണ്. മനോഹരമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് രഘുഗണ മഹാരാജും ജഡഭരതനും തമ്മിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അവിടെ എത്തുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അവിടെ പക്ഷെ എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ശ്ലോകമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് വിനാ മഹത്പാദ രജോഭിഷേകം. അതായത് രജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൂലി എടുത്ത് അഭിഷേകം ചെയ്യുക എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഫിസിക്കലി നമ്മൾ ധൂലി എടുത്ത് ശരീരത്തിൽ തേക്കുക എന്നുള്ളത് മാത്രമല്ല. ഓക്കെ, അതിനും ശക്തിയുണ്ട്, സംശയമില്ല. ഭക്തപാദജൽ ഭക്തധൂലി ഭക്ത ഭുക്ത അവശേഷ തീന മഹാബൽ. ഇത് ചൈതന്യ ചരിതാമൃതം പറയുന്നത് 3 കാര്യങ്ങൾക്ക് ഭയങ്കര ശക്തിയാണെന്ന് പറയുന്നു. ഒരുപാട് ശക്തിയുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഭക്തപാദധൂലിയാര ഭക്തപാദജൽ ഭക്ത ഭുക്ത അവശേഷ തീന മഹാബൽ. 3 ശക്തിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. ഭക്തപാദധൂലി ഇപ്പോൾ പറയുന്ന നമ്മൾ പറഞ്ഞ രജോഭിഷേകം, പാദധൂലി പരിശുദ്ധ ഭക്തരുടെ ആ രജ്, അവരുടെ പാദങ്ങളിലുള്ള ധൂലി. 2 ഭക്തപാദജൽ, അതായത് അവരുടെ തൃപ്പാദങ്ങൾ അഭിഷേകം ചെയ്തിട്ടുള്ള ആ ചരണാമൃതം. 2 3 ഭക്ത ഭുക്ത അവശേഷ. ഭുക്ത എന്ന് പറഞ്ഞാൽ ഭുക്ത അവശേഷ എന്ന് പറഞ്ഞാൽ അവർ കഴിച്ച പ്രസാദത്തിന്റെ ബാക്കി, അതായത് മഹാപ്രസാദം, പരിശുദ്ധ ഭക്തരുടെ കഴിച്ചതിന്റെ ഉച്ഛിഷ്ടം. അത് ഒരുപാട് ശക്തിയാണ്. കാര്യം ഭഗവാന്റെ പ്രസാദമാണ് അവർ കഴിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യമുണ്ട്. കൂട്ടത്തിൽ പരിശുദ്ധ ഭക്തരും കൂടെ കഴിക്കുമ്പോൾ അവരുടെ മഹാകൃപ കൂടെ അതിനകത്തുണ്ട്. അത് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിന് ഒരുപാട് ശക്തിയുണ്ട്. നമ്മളിവിടെ പറയുന്നത് പരിശുദ്ധ ഭക്തരെ കുറിച്ചാണ്. എല്ലാവരും ആ ഒരു ലെവലിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം നമ്മൾ എല്ലാവരുടെയും മഹാപ്രസാദമാണെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ആയിക്കൊള്ളുന്നില്ല. അവരുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ പരിശുദ്ധ ഭക്തർക്ക് അനർത്ഥങ്ങളില്ല. അങ്ങനെയുള്ള ഭക്തരുടെ ഭുക്ത അവശേഷം ഒരുപാട് ശക്തിയാണുള്ളത്. ഈ 3 കാര്യങ്ങൾ ചൈതന്യ ചരിതാമൃതത്തിലും വേറെ ശാസ്ത്രങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. ഒരുപാട് ശക്തിയുണ്ട് അവിടെ. അതിൽ ഒരു കാര്യമാണ് ഇവിടെ മഹത്പാദ രജ് അല്ലെങ്കിൽ ആ ധൂലിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ലിറ്ററലി അർത്ഥം എന്ന് നോക്കുകയാണെങ്കിൽ ധൂലിയെടുത്ത് തേക്കുക എന്നുള്ളത് ഒരു കാര്യം. അതിനും ശക്തിയുണ്ട് നേരത്തെ പറഞ്ഞു. പക്ഷേ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാത പിന്തുടരുക എന്നുള്ളത്. അവരെന്താണോ വഴി കാണിക്കുന്നത്, അവരെന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത്, അവരെന്താണോ ചെയ്തിട്ടുള്ളത്, അവരുടെ നിർദ്ദേശങ്ങൾ എന്താണോ അത് പാലിക്കുക എന്ന് പറയുന്നതാണ് ധൂലിയെടുത്ത് ശരീരത്തിൽ തേക്കുക എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം. 2 അർത്ഥമുണ്ട്. 1 ശരിക്കും ധൂലിയെടുത്ത് തേക്കുന്നതും, 2 അവരുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളും അവർ പറയുന്ന കാര്യങ്ങളും ഫോളോ ചെയ്യുക, ആചരിക്കുക, അവരുടെ പാത പിന്തുടരുക. ഇതാണ് നമ്മളെ മാറ്റുന്നത്. ഇപ്പോൾ കാര്യം, നമ്മൾ ധൂലി മാത്രം ഇത് ശരീരത്തിൽ തേച്ചുകൊണ്ട് എല്ലാം ആവുന്നില്ല. നമ്മൾ വേണ്ടത് ഫോളോ ചെയ്തില്ലെങ്കിൽ എഫക്റ്റ് ഇല്ല. രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, നമ്മൾ പോലും ചിന്തിക്കുന്നേക്കാൾ വേഗത്തിൽ നമ്മൾ പോകുന്ന കാണാം. ഈ 3 കാര്യങ്ങളും കിട്ടിയ ഒരു വ്യക്തിയുണ്ട് ഭാഗവതത്തിൽ. വേറെ ആരുമല്ല, ശ്രീപാദ് നാരദമുനിയാണ്. നമ്മൾ ഈ ഒരു സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തില് നാരദമുനിയെ കുറിച്ച് ഉള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. ആ സമയത്ത് നമ്മൾ പഠിക്കും. മനോഹരമായിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇവിടെ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അതായത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ, ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ചിട്ടുള്ള പരിശുദ്ധ ഭക്തർ, അതായത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എപ്പോഴും ഇരിക്കുന്ന ആ ഭക്തരുടെ ആശ്രയം നമ്മൾ എടുക്കണം. അങ്ങനെയുള്ളവരുടെ ആശ്രയത്തോട് കൂടിയിട്ടാണ്, അതാണ് പ്രഭുപാദ, വിഷ്ണുപാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതർത്ഥം? ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തർ എപ്പോഴും വിഷ്ണുവിന്റെ അല്ലെങ്കിൽ പ്രഭുവിന്റെ, ഭഗവാന്റെ പാദങ്ങൾ എപ്പോഴും അവിടെയാണ് അവരുടെ ആശ്രയം, അവിടെയാണ് അവരിയ്ക്കുന്നത്. അങ്ങനെയുള്ള ഭക്തരുടെ ആശ്രയം നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇതല്ലാതെ വേറെ മാർഗവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരുവാഷ്ടകത്തിൽ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, ഗുരുവിനെ ആശ്രയിക്കണം, ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്രേർ. എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നു സാക്ഷാത് ഹരി പോലെയാണ്, അല്ലെങ്കിൽ ഭഗവാനെ പോലെ തന്നെയാണ് ശ്രീ ഗുരു എന്ന്. അത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കണം.
ഗുരുവിനെ ഒരു ഡിസൈപ്പിൾ അല്ലെങ്കിൽ ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരു ഭഗവാന് തുല്യം ആരാധനാ പുരുഷനാണ്, ഒരു സംശയവുമില്ല. ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ഗോപനീയ അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ഗുഹ്യ, വളരെ അടുത്ത ഒരു സേവകനാണെന്ന് പറയുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ആശ്രയിക്കുവാണെങ്കിൽ, സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ആശ്രയിക്കുവാണെങ്കിൽ, അങ്ങനെയുള്ളവരെ ആശ്രയിക്കുവാണെങ്കിൽ ഒരു സംശയവും വേണ്ട, പ്രഭുപാദ് പറയുന്നു ഈ ഭാവാർത്ഥത്തിൽ, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അനുഗ്രഹം അവർ തരും. കാര്യം അവർക്ക് അതിനുള്ള ശക്തിയുണ്ട്. കാര്യം ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട കോൺഫിഡൻഷ്യൽ ഭക്തരാണ്. കാര്യം അവര് ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുരുവാഷ്ടകത്തിൽ തന്നെ പറയുന്നുണ്ട്, നികുഞ്ച യൂനോ രതികേലി സിദ്ധൈ യാ യാലിബിർ യുക്തിർ നിരപേക്ഷണീയ തത്രാദി ദാക്ഷ്യ അതിവല്ലഭസ്യ വന്ദേ ഗുരു ശ്രീ ശരണാരവിതം. അവിടെ പറയും നികുഞ്ചങ്ങളില്, വൃന്ദാവനത്തില്, ഗോലോക വൃന്ദാവനത്തിൽ നികുഞ്ചങ്ങളില് രാധയും കൃഷ്ണനെയും സേവനം ചെയ്യുന്നു. ആര്? എല്ലാം വളരെ ഭംഗിയായിട്ട് എക്സ്പേർട്ട് ആണെന്ന് പറയും. ദക്ഷ, ഗുരു എക്സ്പേർട്ടാണ്. ദക്ഷ എന്നാണ് വിളിക്കുന്നത്. ദക്ഷ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട്. എന്തിനാണ് എക്സ്പേർട്ട്? ഭഗവാന്റെ രാധയുടെയും കൃഷ്ണന്റെയും രാധയുടെയും സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എക്സ്പേർട്ട് ആണ് ഗുരു എന്ന് പറയുന്നു. ആ ഗുരുവിനെയാണ് ഞാൻ എന്നും നമ്മൾ ആ ശ്ലോകത്തിൽ ചൊല്ലുന്ന അങ്ങനെയാണ്. വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ആ ഗുരുവിനെ ഞാൻ, ഗുരുവിന്റെ പാദങ്ങൾ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ഗുരു പരിശുദ്ധ ഭക്തനായി. ഗുരു, പക്ഷെ നമ്മൾ പറയുന്ന പോലെ ഗുരു എന്നുള്ള പേര് വളരെ ചെറിയൊരു പേരല്ല. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു തന്നെ ആയിരിക്കണം. അതായത് ആ ക്വാളിഫിക്കേഷൻ വേണം. ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ ഒരുപാടുണ്ട്. അതിൽ നമുക്ക് ഒന്ന് പറയാം, വാച്ചോ വേഗം മനസ്സാ ക്രോധ വേഗം, എല്ലാ ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പരിശുദ്ധ, അതായത് ശാസ്ത്രങ്ങളെ കുറിച്ച് നല്ല ജ്ഞാനവും വേണം, വിജ്ഞാനവും വേണം. അതനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടും ആചരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആചാർ ആൻഡ് പ്രചാർ, ആചരിക്കുക, കൂടുതൽ പ്രചരിപ്പിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതും പറയുന്നു. ഇതെല്ലാം ഗുരുവിന്റെ ക്വാളിറ്റീസ് ആണ്, ക്വാളിഫിക്കേഷൻസ് ആണ്. അങ്ങനെയുള്ള ഒരു പരിശുദ്ധ ഭക്തനെ നമുക്ക് കിട്ടുവാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ ആ മഹാസൗഭാഗ്യം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ് ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള ശക്തിയുണ്ട് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കാൻ. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ, ഗുരുവിന്റെ ആശ്രയത്തിൽ എപ്പോഴും നിൽക്കുക. എന്താണോ പറയുന്നത് പരിശുദ്ധ ഭക്തര്, അവര് പറയുന്നതനുസരിച്ച് നമ്മളത് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ജീവിതത്തിൽ അത് ആചരിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി അവര് നോക്കിക്കോളും. അവരെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അവരെടുക്കുന്നു. ഒരു ദീക്ഷ നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ദീക്ഷ എന്ന് പറയുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ശരിക്കും ഭഗവാനിലേക്ക് ഭക്തനെ, ആ ഒരു ഡിസൈപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ശിഷ്യനെ കണക്ട് ചെയ്യുന്നു. ആര്? ഗുരു. ഫോർമലി കണക്ട് ചെയ്യുന്നു. ഫോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് കണക്ഷൻ കൊടുക്കുന്നു, നാമം തരുന്നു, ദീക്ഷാമന്ത്രങ്ങൾ, എന്താ ഇപ്പൊ 1ാമത്തെ ദീക്ഷ 2ാമത്തെ ദീക്ഷ ഏതാണെങ്കിലും ദീക്ഷാമന്ത്രങ്ങൾ തരുന്നു. നമ്മളെ ഭഗവാനിലേക്ക് കണക്ട് ചെയ്യുന്നു അദ്ദേഹം. നേരിട്ട് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള യോഗ്യത നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഭക്തരിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് ഒരു കാര്യം, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രഭുപാദ് പറയുന്നത്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദ് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഗുരുവാഷ്ടകത്തിലെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള ഒരു ശിഷ്യൻ ഗുരുവിനെ ഭഗവാന് തുല്യം കാണുന്നു. ഒരിക്കലും ഗുരു പറയില്ല ഞാൻ ഭഗവാനാണെന്ന്. ഒരിക്കലും ഭഗവാൻ അല്ല ഗുരു. കാര്യം ഗുരു ഭഗവത് തത്വമല്ല. ഒരിക്കലും അത് തെറ്റിദ്ധരിക്കരുത്. പല ആളുകളും ചിലപ്പോൾ ഗുരു, ഇപ്പോൾ പ്രഭുപാദിന്റെ കാര്യത്തിൽ തന്നെ പറയാം, പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസ് തുടക്കത്തില് അതിൽ കുറെ പേര് നല്ല രീതിയിൽ മുന്നോട്ട് വന്നു, നല്ല രീതിയിൽ പ്രാക്ടീസിങ് ഒക്കെ ചെയ്ത് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു പേരുടെ അവര് ചിന്തിച്ചു തുടങ്ങി, പ്രഭുപാദും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല, യു ആർ കൃഷ്ണ എന്ന് പറഞ്ഞു തുടങ്ങി എന്ന് 1-2 പേര് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രഭുപാദിന് ഒരുപാട് ദേഷ്യം വന്നു. പ്രഭുപാദ് ചീത്ത പറഞ്ഞു വരെ, ഞാൻ എങ്ങനെ കൃഷ്ണൻ? ഭഗവാൻ, ഞാൻ ഭഗവാന്റെ സേവകനാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഭഗവത് തത്വം അല്ല നമ്മൾ ഓരോരുത്തരും. അത് ഓർക്കണം. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഗുരു പറയുന്നതുകൊണ്ട് ഞാൻ ഭഗവാനാണ്
എന്നുള്ള ഒരു പ്രസ്താവനയുണ്ടെങ്കിൽ ആ വ്യക്തി ഗുരുവല്ല, ശരിയായിട്ടുള്ള ഗുരുവല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു പരിശുദ്ധ ഭക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഗുരു എപ്പോഴും പറയുന്നത് ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യമാണ് അവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഇനി അതല്ല, ഞാൻ ഭഗവാനെ പോലെയോ അല്ലെങ്കിൽ ഭഗവാനാണെന്ന് സ്വയം പറയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് ശരിയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാതെ ഉള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഗുരുവാണെങ്കിൽ അത് അവരെ ഗുരു എന്ന് വിളിക്കാൻ സാധിക്കില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളും ഇന്നത്തെ കാലത്തുണ്ട്. കലിയുഗമാണ്. കലിയുഗത്തിൽ ഇല്ലാത്ത വെറൈറ്റീസ് ഇല്ല, പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇരിക്കണം. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ശരി എന്താണ് തെറ്റുകൾ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇന്ന് അവസാനത്തെ ദിവസമാണ് കാർത്തിക മാസത്തിലെ. കാർത്തിക് അല്ലെങ്കിൽ ദാമോദര മാസം ഇന്ന് അവസാനിക്കുന്നു ഭീഷ്മ പഞ്ചകത്തോടുകൂടി. ഭീഷ്മ പഞ്ചകത്തിന്റെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഭക്തർ ഓൾറെഡി കാർത്തിക് വ്രതം എടുത്തിട്ടുണ്ടാവും, കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചെയ്തിട്ടുള്ള സേവനങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അവരോട്. ഭഗവാനെ, ശ്രീ ഗുരു അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തർ, ഗുരു എന്ന് പറയുമ്പോൾ ആത്മാർത്ഥത, നമ്മുടെ ഗുരു ആധ്യാത്മിക ഗുരു ഉണ്ടെങ്കിൽ ആധ്യാത്മിക ഗുരു, ഇനി അങ്ങനെ ഒരു ഗുരു നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ നേർവഴിക്ക് ഭക്തിയിൽ നയിക്കുന്ന, ഗൈഡ് ചെയ്യുന്ന, നല്ല സദുദ്ദേശത്തോടു കൂടിയിട്ട് ആ വ്യക്തിയും ആത്മാർത്ഥതയോടുകൂടി പരിശീലിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ട് നമ്മുടെ ലൈഫിൽ എന്നുണ്ടെങ്കിൽ അവരും ഗുരുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു ഗുരു. ഇവരെല്ലാവരും ഒരു ലൈനിൽ വരുന്ന ആളുകളാണ്. എന്നാൽ അങ്ങനെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഭക്തൻ നമ്മുടെ ഗൈഡായിട്ടുണ്ടെങ്കിൽ അവരും ഗുരുസ്ഥാനത്ത്, അല്ലെങ്കിൽ നമുക്ക് ഫോർമൽ ഒരു ഗുരു ഇല്ലെങ്കിൽ അവരെയും ഗുരുസ്ഥാനത്ത് കാണാവുന്നതാണ്. പ്രാർത്ഥിക്കുക, ഭഗവാനോടും ഗുരുജനങ്ങളോടും പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ശുദ്ധീകരണത്തിനും. എന്നും എപ്പോഴും ഈ ഒരു പാദങ്ങളിൽ ആശ്രയത്തോടു കൂടി ഇരിക്കാൻ, ആ ഒരു ഭാവത്തോടു കൂടി. നാളെ ഒരു ദിവസം എനിക്ക് തോന്നാൻ പാടില്ല, നമുക്ക് ആർക്കും ഞാൻ വലുതായി, ഗുരുവിനേക്കാൾ കൂടുതൽ അറിവുണ്ട് എനിക്ക്, ഗുരുവിനേക്കാൾ കൂടുതൽ ശ്ലോകങ്ങൾ അറിയാം, അല്ലെങ്കിൽ കൂടുതൽ അറിവുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കുറെ ക്ലാസ്സുകൾ എടുക്കുന്നു, എന്ത് വേണമെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും, ക്ലാസ് എടുക്കുന്ന കാര്യം മാത്രമല്ല എന്ത് സേവനങ്ങളായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല, അത് അപകടമാണ്. അതേപോലെ തന്നെ ഗുരുവിന്റെ വാണി നമ്മുടെ ജീവിതത്തിലെ എല്ലാമാണ്. ഗുരുവാണിയാണ് നമ്മുടെ എല്ലാം. ഗുരു എന്ത് പറയുന്നു, ഗുരുജനങ്ങൾ എന്ത് പറയുന്നു, അത് ഫോളോ ചെയ്യുക. ഗുരുവാണിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് എത്ര നമ്മൾ കേട്ട് കഴിഞ്ഞാലും, ചിലപ്പോൾ കേട്ട കാര്യങ്ങളായിരിക്കും വീണ്ടും കേൾക്കുന്നത്, അതിലൊരിക്കലും മടുപ്പ് തോന്നാതെ പൂർണ്ണ ആ ചെവികളെല്ലാം തുറന്നു വെച്ച് കേട്ട് ആ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ആചരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ആത്മാർത്ഥയുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കാർത്തിക മാസത്തിലെ നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്ട്രാ എന്തെങ്കിലും ഭക്തി സേവനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ ഭക്തി സേവനങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. നമ്മൾ ചെയ്തതെല്ലാം ഭഗവാനും ഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. നമ്മൾ ചെയ്യുന്നതെല്ലാം സംസിദ്ധിർ ഹരിതോഷണം, ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ സംതൃപ്തനായി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവും ഭഗവാനും ഒരുമിച്ച് സംതൃപ്തരാകും. രണ്ടുപേർക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഗുരുവിനെ സംതൃപ്തിപ്പെടുത്തുന്നത് ഭഗവാനെ സംതൃപ്തിപ്പെടുത്തും, അതേപോലെ നേരെ തിരിച്ചു. അങ്ങനെയാണ് കാര്യം. അവര് രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഒന്നാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവരുടെ സന്തോഷമാണ് നമ്മുടെ വിജയം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ സർവീസ്, കീർത്തനമാവട്ടെ, അല്ലെങ്കിൽ എന്ത് സർവീസ് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ചെയ്യേണ്ട ഭാവം എന്തായിരിക്കണം? ഞാൻ ചെയ്യുന്നത് ഗുരുവിന് വേണ്ടിയിട്ടാണ്. ഗുരുവിനും ഭഗവാന്റെയും സന്തോഷമാണ്. സംസിദ്ധിർ ഹരിതോഷണം എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക എപ്പോഴും. അല്ലാതെ ഇത് വേറെ ആരെയും കാണിക്കാനോ കയ്യടി കിട്ടുവാനോ നമ്മളെ നാലാളുകൾ നന്നായി എന്ന് പറയാനോ ഒന്നുമല്ല. ആ ഒരു ഭാവമാണ് നമുക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും മുന്നോട്ട് പോകാൻ പോകുന്നില്ല.
എന്നും ആ വിനയത്തോടു കൂടി ഭഗവാന്റെയും ഗുരുജനങ്ങളുടെയും ആശ്രയത്തിൽ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നാളെ നമ്മൾ ഫേമസ് ആയിക്കഴിഞ്ഞാലും അല്ല ഫേമസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും ആളുകളിൽ അതായത് പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ആയി മാറി, അല്ലെങ്കിൽ വളരെ ഫെയിം ആവട്ടെ, റെക്കഗ്നീഷൻ ആവട്ടെ, എന്ത് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ വലിയ രീതിയിൽ നല്ല രീതിയിൽ ഭക്തി ചെയ്ത് മുന്നോട്ട് പോയി ഒരുപാട് ഭക്തർക്ക് ഗൈഡൻസ് കൊടുക്കുന്നു, ഒരുപാട് ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിക്കാം, അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ നടത്തി വരുന്ന സെന്റർ ആവട്ടെ, സത്സംഗമാവട്ടെ, ഒരുപാട് വലുതാവും, ഒരുപാട് ഭക്തർ വരുന്നു, ആയിരക്കണക്കിന് ഭക്തർ വരുന്നു ആഴ്ച തോറും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ. ഓർക്കുക, പക്ഷെ ഇതെല്ലാം ആരുടെ ശക്തിയാണ്? ഭഗവാന്റെയും ഗുരുവിന്റെയാണ്. നമ്മൾ വെറും ഉപകരണങ്ങൾ മാത്രം. ഈ ഒരു ഭാവം ഒരിക്കലും മാറാതെ അവസാനം വരെ നമ്മൾ പിടിച്ചു നിൽക്കുവാണെങ്കിൽ, ആ വിനയത്തോടുകൂടി എല്ലാം അവരെ ആശ്രയിച്ചുകൊണ്ട് എന്ത് ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നു അതെല്ലാം അവരുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം ഉറപ്പാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാണെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. അതുകൊണ്ട് വളരെയധികം ജാഗ്രതയോടുകൂടി നമ്മളെല്ലാവരും ഇരിക്കണം. ഫേമസ് ആവുക അല്ലെങ്കിൽ വലിയ കുറെ കാര്യങ്ങൾ സർവീസസ് ചെയ്യാന്നുള്ളതല്ല, കുറെ ചെയ്യാന്നുള്ളതല്ല, ഏത് ഭാവത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഭാവം മാറിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. എപ്പോഴും ഇത് ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് പ്രഭുപാദ് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തോടു കൂടി ആയിരിക്കട്ടെ നമ്മൾ ചെയ്തിട്ടുള്ള കാർത്തിക് വ്രതം ഭഗവാന്റെ പ്രീതിക്കായി. ഇനി ഭഗവാൻ ആഗ്രഹിച്ച് നമ്മുടെ ശുദ്ധീകരണം നടത്തുവാണെങ്കിൽ നടത്തട്ടെ, പക്ഷെ ഭഗവാന്റെ പ്രീതിയാണ് നമ്മുടെ എല്ലാം. താങ്ക് യു. ഗൗർ പ്രേമാനന്ദേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगत गुरु शीला प्रभुपाद की जय, समवेत गौर भक्त वृंद की जय, शचिनंदन श्री गौर हरि की जय, श्री नित्यानंद प्रभु की जय, श्री वृंदावन धाम की जय, कार्तिक हरे कृष्ण, दामोदर मास हरे की जय, कृष्ण, कार्तिक व्रत की जय, भीष्म पंच की जय, निताय गौर प्रेमानंदे। हरे जय जय हरे श्री कृष्ण, राम। हरे कृष्णा, प्रणाम प्रणाम। हरे कृष्णा, हरे कृष्णा, हरे कृष्ण हरे कृष्ण एक्चुअली नमो नमः। अनेक कोटि वैष्णवृंद की नाम संकीर्तन। हरे जय श्री अनंत पद्मनाभ स्वामी की जय। എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. जय श्री अनंत पद्मनाभ स्वामी की जय।